അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് സൂറത്തു മറിയം എന്ന ഖുർആനിലെ 19-ാമത്തെ അധ്യായം, അതിൻ്റെ അർത്ഥവും ആശയവുമാണ്. ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സൂറത്ത് മറിയം എന്ന ഈ അധ്യായമാണ്. ക്രിസ്തുമത വിശ്വാസികൾ അവർ യേശു എന്ന് വിളിക്കുന്ന യഥാർത്ഥ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവിൻ്റെ കഥയാണ് ഈ സൂറത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് സൂറത്ത് മറിയം എന്ന് പേര് വച്ചിരിക്കുന്നത്. ഇത് 98 വചനങ്ങളാണുള്ളത്. ഇനി നമുക്ക് സൂറത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ. താങ്കളുടെ നാഥൻ തൻ്റെ അടിമ സക്കരിയ നബി അലൈഹിസ്സലാമിനോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്. ദിക്റു റഹ്മത്തി റബ്ബിക, നിൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രസ്താവന. അബ്ദഹു സക്കരിയ, തൻ്റെ അടിമയായ സക്കരിയയോട് അള്ളാഹു കാണിച്ച കാരുണ്യത്തിൻ്റെ പ്രസ്താവന. ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. സക്കരിയ നബി അലൈഹിസ്സലാം തൻ്റെ നാഥനോട് രഹസ്യമായി പ്രാർത്ഥിച്ച സന്ദർഭം. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം. നിദാഅൻ ഖഫിയ, രഹസ്യമായി പ്രാർത്ഥിച്ച സന്ദർഭം. ഖാല ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅലർ റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. ഖാല, അതായത് സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ഇന്നി, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും ഞാൻ, വഹനൽ അദ്മു മിന്നി, എൻ്റെ എല്ലുകളെല്ലാം ദുർബലങ്ങളായിരിക്കുന്നു. വസ്തഅലർ റഅസു ശൈബ, എൻ്റെ തലയിൽ നര വ്യാപിച്ചിട്ടുമുണ്ട്. വലം അകും ബിദുആഇക റബ്ബി ശഖിയ, എൻ്റെ നാഥ, നിന്നോട് ഞാൻ ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചപ്പോഴൊന്നും തന്നെ ഞാൻ നിരാശനായിട്ടില്ല. നബി അഭ്യർത്ഥിച്ചു, എൻ്റെ നാഥ, തീർച്ചയായും എൻ്റെ എല്ലുകളെല്ലാം ദുർബലങ്ങളായിരിക്കുന്നു, എൻ്റെ തലയിൽ നര വ്യാപിച്ചിട്ടുമുണ്ട്. എൻ്റെ നാഥ, നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുമ്പൊരിക്കലും ഉത്തരം ലഭിക്കാതെ ഞാൻ നിരാശനായിട്ടില്ല. ഫഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറ ഫഹബിലി മിൻ ലദുൻക വലിയ. വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ, എൻ്റെ പിന്നിലുള്ള പിന്തുടർച്ചക്കാരെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. വകാനത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യ വന്ധ്യയായിരിക്കുന്നു. ഫഹബിലി മിൻ ലദുൻക വലിയ, അതുകൊണ്ട് നിന്റെ പക്കൽ നിന്ന് ഒരു മകനെ എനിക്ക് നീ ദാനം ചെയ്യണമേ. എങ്ങനത്തെ മകൻ? യരിസുനി വയരിസു മിൻ ആലി യഅ്കൂബ്, എനിക്കും യഅ്കൂബ് കുടുംബത്തിനും പിന്തുടർച്ചാവകാശിയായി തീരുന്ന മകൻ. വജൽഹു റബ്ബി റദിയാ, എൻ്റെ നാഥ, നീ അവനെ എല്ലാവരുടെയും തൃപ്തിക്ക് പാത്രമാക്കുകയും ചെയ്യണമേ. യരിസുനി വയരിസു മിൻ ആലി യഅ്കൂബ് വജൽഹു റബ്ബി റദിയാ,
എനിക്കും യാക്കൂബ് കുടുംബത്തിനും പിന്തുടർച്ചാവകാശിയായിത്തീരുന്ന മകൻ. എൻ്റെ നാഥാ, നീ അവനെ എല്ലാവരുടെയും തൃപ്തിക്ക് പാത്രമാക്കുകയും ചെയ്യണമേ. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം. ഓ സക്കരിയ, തീർച്ചയായും താങ്കൾക്ക് ഒരാൺകുട്ടിയെ കുറിച്ച് നാം സന്തോഷ വാർത്ത നൽകിയിരിക്കുന്നു. ഇസ്മുഹു യഹിയ, അവന്റെ പേര് യഹിയ എന്നാകുന്നു. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, അതിനു മുമ്പ് അവന്റെ പേരിലുള്ള ഒരുത്തനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹിയ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. ഓ സക്കരിയ, തീർച്ചയായും താങ്കൾക്ക് ഒരു ആൺകുട്ടിയെ കുറിച്ച് നാം സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവന്റെ പേര് യഹിയ എന്നാകുന്നു. അതിനു മുമ്പ് അവന്റെ പേരിലുള്ള ഒരുത്തനെയും നാം സൃഷ്ടിച്ചിട്ടില്ല. ഖാല അന്നാ യകൂനു ലീ ഗുലാം. സക്കരിയ പറഞ്ഞു, റബ്ബി, എൻ്റെ രക്ഷിതാവേ, അന്നാ യകൂനു ലീ ഗുലാം, എനിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക? വകാനത്ത് ഇംറഅതി ആഖിറ, എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു വന്ധ്യയാണല്ലോ. വഖദ് ബലഗ്തു മിനൽ കിബരി ഇത്തിയ, ഞാനാകട്ടെ വളരെയധികം വാർദ്ധക്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാം വകാനത്ത് ഇംറഅതി ആഖിറ വഖദ് ബലഗ്തു മിനൽ കിബരി ഇത്തിയ. നബി പറഞ്ഞു, എൻ്റെ നാഥാ, എനിക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക? എൻ്റെ ഭാര്യ വന്ധ്യയായിരിക്കുകയാണല്ലോ. ഞാനാകട്ടെ വളരെയധികം വാർദ്ധക്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഖാല, അല്ലാഹു പറഞ്ഞു, കദാലിക ഖാല റബ്ബുക്, അങ്ങനെ തന്നെയാണ് കാര്യം. ഹുവ അലയ്യ ഹയ്യിൻ, അത് അവൻ്റെ മേൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് എന്നാണ് താങ്കളുടെ നാഥൻ പറയുന്നത്. വഖദ് ഖലഖ്തുക, അതിനു മുമ്പ് താങ്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു, ഇതിനു മുമ്പ് താങ്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വലം തകു ഷൈആ, താങ്കൾ ഒന്നുമായിരുന്നില്ലല്ലോ. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ഷൈആ. അല്ലാഹു പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാണ്, അത് എനിക്ക് എളുപ്പമുള്ള കാര്യമാണെന്ന് താങ്കളുടെ നാഥൻ പറയുന്നത്. മുമ്പ് താങ്കളെ സൃഷ്ടിച്ചു, താങ്കൾ ഒന്നുമായിരുന്നില്ലല്ലോ. ഖാല റബ്ബി ഇജ്അൽ ലീ ആയ, അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ നാഥാ, എന്നാൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ. ഖാല, അല്ലാഹു പറഞ്ഞു, ആയത്തുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ്യാ. അല്ലാഹു പറഞ്ഞ താങ്കൾക്കുള്ള ദൃഷ്ടാന്തം, 3 ദിവസം നാവിന് തകരാറൊന്നുമില്ലാതെ താങ്കൾ ജനങ്ങളോട് സംസാരിക്കുകയില്ല, താങ്കൾക്ക് സംസാരിക്കാൻ കഴിയുകയില്ല എന്നതാണ്. ഖാല റബ്ബി ഇജ്അൽ ലീ ആയ ഖാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ്യാ. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ നാഥാ, എന്നാൽ എനിക്ക് നീ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരണമേ. അള്ളാഹു പറഞ്ഞു, നാവിന് തകരാറൊന്നുമില്ലാതെ തന്നെ 3 ദിവസം താങ്കൾ ജനങ്ങളോട് സംസാരിക്കുകയില്ല എന്നതാണ് താങ്കളുടെ ദൃഷ്ടാന്തം. വീഡിയോ ദീർഘിപ്പിച്ചു പോകുന്നത് കൊണ്ട് ഈ 10 ആയത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് 11-ാം ആയത്ത് മുതൽ ബാക്കിയുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും
അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.